ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ മുട്ടയെല്ലാം ഒരു മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുവാണ്. ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ഓരോ മുട്ടയായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ ഞാനൊരു 8 ബ്രെഡിൻ്റെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുന്ന അളവാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ 8 ബ്രെഡിന് വേണ്ടി ഒരു 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പം മുട്ടയുടെ വലിപ്പമൊക്കെ അനുസരിച്ച് അത് കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇപ്പോൾ ഒരു 4 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ബൗളിലേക്ക്. ഇനി അതിലേക്ക് കുറച്ച് സിനമൺ പൗഡർ ചേർക്കണം. സിനമൺ പൗഡർ നമ്മുടെ പട്ടയുടെ പൊടിയാണ് സിനമൺ പൗഡർ. അപ്പോൾ അത് ഞാനൊരു 1/4 ടീസ്പൂൺ ചേർക്കുവാണ്. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ വേണമെങ്കിലും ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ അതൊരു 4 ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ മധുരം ആവശ്യമില്ലാത്തവർക്ക് ഷുഗർ ചേർക്കണമെന്നും ഇല്ല. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് മധുരമായിരിക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മധുരം എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഷുഗർ ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലൂടെ ചേർക്കുവാണ്. ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയാണ് പാല് ചേർക്കുന്നത്. ഇത് ഇത്രയും സാധനം നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം. ഒരുപാട് പതഞ്ഞു പോകരുത്. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇത് അടിച്ചെടുത്ത ശേഷം നമുക്ക് എങ്ങനെയാണ് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാൻ ആ മുട്ടയെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ട് അടിഞ്ഞു വരും. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പം ഇതുപോലെ കുറച്ച് വീതിയുള്ളൊരു ബോൾ വേണം എടുക്കാനായിട്ട്. കാരണം നമുക്ക് ബ്രെഡ് ഇതിനകത്തൊന്ന് മുക്കിയെടുത്ത് വേണം പൊരിച്ചെടുക്കാൻ. അപ്പോൾ കുറച്ച് ഒരു വിസ്താരമുള്ളൊരു പാത്രം വേണം. നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു സ്ലൈസ് ബ്രെഡ് എടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ മുട്ടയുടെ ആ മിശ്രിതത്തിൽ ഒന്ന് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മുക്കണം. മുക്കിയ ശേഷം നമുക്ക് ഇത് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 സ്ലൈസ് ബ്രെഡ് ഇതിനകത്ത് ഇപ്പോൾ വയ്ക്കാൻ പറ്റും. ഇനി അത് ഒരു സൈഡൊന്ന് ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ആകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബട്ടർ ഇതിനകത്ത് ഇങ്ങനെ പാനിലൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ബട്ടർ ഇതുപോലെ 2 ബ്രെഡിനെയും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ബട്ടർ എടുത്തിട്ട് ഇതുപോലെ 2 ബ്രെഡിലും ഇതുപോലെ ചെയ്യണം. അതൊരു 2 മിനിറ്റ് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഇട്ടേക്കണം. ആ സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ തിരിച്ചിടാവുള്ളൂ. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വേണം തീ ഇരിക്കാൻ. ഇനി തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇതുപോലെ മൊരിഞ്ഞ് വരണം. അടുത്ത ബ്രെഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഈ സൈഡും അടുത്ത സൈഡും കൂടെ മൊരിച്ചെടുക്കണം. അടുത്ത സൈഡ് നമുക്കൊന്ന് നോക്കാം. സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ബ്രെഡും മുട്ടയിലും മുക്കി ഇതുപോലെ പൊരിച്ചെടുക്കണം. അപ്പം ഇതെല്ലാം ചെയ്ത ശേഷം ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇത് ചെയ്തെടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇടുവാണ്. അപ്പോൾ ഇതുപോലെ ബട്ടർ ഇതുപോലെ 2 ബ്രെഡിലും ഒന്ന് ചെല്ലത്തക്ക വിധം ഒന്ന് ഇട്ടാൽ മതി. ഇപ്പം ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ബട്ടർ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ബാക്കി ബ്രെഡ് കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റെല്ലാം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മുട്ടയിൽ എനിക്കിതുപോലെ 8 സ്ലൈസ് ബ്രെഡിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ മുട്ടയുടെ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുക. അതുപോലെ തന്നെ പട്ടയുടെ പൊടി ഇല്ലെങ്കിൽ കുറച്ച് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കാരണം അത് നല്ലൊരു ഫ്ലേവറാണ് ഫ്രഞ്ച് ടോസ്റ്റിന്.
കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും ഇത്. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.